ായിരിക്കും അവര് രോഗികളായി പല വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ ഉണ്ടാകും. അവരുടെ ഭാര്യമാരാണ് അവർക്ക് വുളു ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഭർത്താവ് ഭാര്യ എന്നുള്ളത് അത്രമാത്രം അടുപ്പമുള്ള ബന്ധമാണ്. ഇനി അദ്ദേഹം പറയുന്ന അടുത്തൊരു കാര്യം, ഭാര്യയ്ക്ക് ഭർത്താവ് വാർദ്ധക്യത്തിന്റെ സമയത്തിൽ ചിലപ്പോൾ വുളു എടുത്തു കൊടുക്കേണ്ടി വരും, പല പരിപാലനവും നടത്തേണ്ടി വരും. അപ്പോൾ എങ്ങനെ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചോദ്യം. അതിന്റെ മറുപടി, അതായത് ഒരു രോഗിയാണ് എന്റെ ഭാര്യ, എനിക്ക് അവർക്ക് വുളു എടുത്തു കൊടുക്കാം, അവർ കട്ടിൽ കിടക്കയിലാണ്, വുളു കൊടുക്കാൻ അവർക്ക് കഴിയില്ല എങ്കിൽ എനിക്ക് അവർക്ക് വുളു എടുത്തു കൊടുക്കാം. അപ്പൊ എനിക്ക് വുളു ഉണ്ടെങ്കിൽ എന്റെ വുളു മുറിയും, ഞാൻ തൊട്ടതിന്റെ മേൽ ഞാനാണ് തൊട്ടത്, അതുകൊണ്ട് അവരുടെ വുളു മുറിയില്ല. ഹജ്ജിന്റെ ഉംറയുടെ വേളകൾ നമ്മൾ തവാഫ് ചെയ്യുമ്പോഴും ഇതേ നിയമം തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ തിക്കിലും തിരക്കിലും പരസ്പരം മുട്ടാൻ സാധ്യത ഏറെ ആയതുകൊണ്ട് തൊട്ടവന്റെ വുളു മുറിയും തൊടപ്പെട്ടവന്റെ വുളു മുറിയില്ല എന്ന നിയമത്തിലാണ് നമ്മളെല്ലാവരും തവാഫ് ചെയ്യുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും. സമവികാരത്തോടു കൂടി സ്പർശിച്ചാൽ വുളു മുറിയും, അല്ലാതെ അറിയാതെ തൊട്ടുപോയാലൊന്നും മുറിയില്ല എന്നുള്ളതാണ് മൂന്നഭിപ്രായം. ഇബ്ലീസ് ചക്കര തേച്ച കഥ നമുക്ക് മനസ്സിലായല്ലോ. അള്ളാഹു ഓരോരോ ആയത്തിറക്കിയിട്ടാണ് പോവുകയാണ്. എന്നിട്ട് ആയത്തിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പണ്ഡിതന്മാരും വ്യാഖ്യാതാക്കളും ലോകാവസാനം വരെ ഇരുന്നിട്ട് ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങളിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഖുർആൻ ഇറക്കിയത്? മനുഷ്യന് യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഏത് പെണ്ണിനെ തൊട്ടാൽ ഒന്നും മുറിയോ മറിയില്ല എന്നുള്ളത് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലല്ലോ. അപ്പിട്ടാൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് യുക്തി കൊണ്ട് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ കിതാബ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ജിബ്രീലിൻ്റെ കയ്യിൽ സാധനം കൊടുത്തയച്ചു. എന്നിട്ട് ആ കൊടുത്തയച്ച സാധനം വായിച്ചിട്ട് നമുക്ക് പെണ്ണിനെ തൊട്ടാൽ ഒന്നും മുറിയോ മുറിയില്ല എന്നുള്ളത് മനസ്സിലാവണില്ല. എന്നിട്ട് നമ്മൾ പറയാം, ഒരു കൂട്ടർ പറയാണ് വെറുതെ തൊട്ടാൽ മുറിയില്ല, കാമത്തോടു കൂടി തൊട്ടാൽ മുറിയും, എങ്ങനെ തൊട്ടാലും മുറിയില്ല, സംയോഗം ചെയ്താലേ മുറിയുള്ളൂ, സംയോഗം ചെയ്താലും മുറിയില്ല, സ്ഖലനം നടന്നാലേ മുറിയുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് തർക്കിക്കുന്നതാണ് കാണുന്നത്. തർക്കമില്ലാത്തൊരു സാധനം ഇതിനകത്തില്ല. നിസ്സാരമായ ഒരു വാക്യമ പിടിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാതെ തർക്കിക്കുക. പഠിച്ചോൻ കിതാബ് കൊടുത്തയച്ചത് മനുഷ്യൻ്റെ യുക്തി കൊണ്ടൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യർക്കില്ലാത്തതുകൊണ്ട്, യുക്തിക്ക് പരിമിതി ഉള്ളത് കൊണ്ടാണ് വെളിപാട് ഇറക്കി തന്നത്.